നമ്മുടെ സഹോദരിമാരുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് 7 മണിയാകുമ്പോൾ ടിവിയുടെ മുമ്പിൽ വരും. 7 മണിയാകുമ്പോൾ ടിവിയുടെ മുമ്പിൽ വരും. 7 മണിയാകുമ്പോൾ ടിവിയുടെ മുമ്പിൽ വരും. എന്താ ഇത്? ഹരിചന്ദനം തീർന്നാൽ എന്തടി, ദാ വന്ന് കിടക്കയല്ലേ കുങ്കുമപ്പൂവ്. 3ാമത്തെ എപ്പിസോഡിൽ തന്നെ എന്റെ മനസ്സങ്ങ് കലങ്ങിപ്പോയി ഷെയ്ഖേ. ഇന്ന് എവിടെ പോയിരുന്നാലും നമ്മുടെ സഹോദരിമാരുടെ ചർച്ച എന്താ? ആകാശദൂതിലെ 4ാമത്തെ ചെറുക്കനെ കാണാനില്ല, അവൻ എവിടെ പോയാൽ അവനെ കണ്ടോളാൻ വയ്യ. ഇതാ നമ്മുടെയൊക്കെ ചർച്ച. എന്നിട്ട് അവസാനം കിടക്കയിലേക്ക് വന്നു കിടക്കുമ്പോ വതമന്ന അലല്ലാഹിൽ ജന്ന, സ്വർഗം ആഗ്രഹിക്കുന്നവർ. അങ്ങനെ പാടില്ല. നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ജീവിതം തന്ന് നാം ഓരോരുത്തരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇബ്നു ഉമറേ, നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. ഔആബിറുസ് സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. ഇബ്നു ഉമറേ, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നാം എല്ലാവരും ചെന്ന് കിടക്കേണ്ട നമ്മുടെ പള്ളിയുടെ പരിസരമുണ്ടല്ലോ, 6 അടി മണ്ണുണ്ടല്ലോ, 6 അടി മണ്ണിലേക്ക് നിന്റെ ശരീരത്തെ എണ്ണിയിട്ട് വേണം ഈ ദുനിയാവിൽ ജീവിക്കാനെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയെങ്കിൽ എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, ഖബർ കാണുമ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് കൂടി നാം നടന്നു പോകുമ്പോൾ പള്ളിയുടെ പരിസരത്ത് കാണുന്ന ആ ഖബറുണ്ടല്ലോ, ഖബറിന് കൊടുക്കുന്ന ബഹുമാനം കൊടുക്കാതെ നാം ആരും ആ ഖബറിന്റെ അടുക്കലൂടി നടന്നു പോകാൻ പാടില്ല. അഹദോനെ ഞങ്ങളും വാഴ്ത്തി നിത്യ സൊല്ലി സ്വലാത്തുകളോതി, അഹദോനെ ഞങ്ങളും വാഴ്ത്തി നിത്യം സൊല്ലി സ്വലാത്തുകളോതി, അറിവുകൾ നേരുന്ന അഹദായ റഹ്മാനെ അലിവോ നീ അറിയിക്കണേ. നിത്യം കരുണ നീ ചൊരിക്കണേ. ആരംഭ പോനീല ആറ്റൽ റസൂലുള്ള, അറിവിന്റെ പൂമലരേ നബി സയ്യിദ് പൂന്തണിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഉമ്മത്തിന്റെ ആയുസ് വെറും 60നും 70നും ഇടയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ 60ഉം 70ഉം 80ഉം 90ഉം 100ഉം വർഷം നാം ജീവിക്കുമ്പോൾ ഇനിയും ഒരുപാട് വർഷം എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ഒരുപാട് പേരുണ്ടാക്കണം, ഒരുപാട് കാലം എനിക്ക് നേതാവായിട്ട് ഈ ദുനിയാവിൽ കഴിയണമെന്ന് നീ ചിന്തിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നാളത്തേക്ക് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങള് ഈ ലോകത്ത് നീ തയ്യാറാക്കി വെക്കുമ്പോൾ വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു. നാളത്തേക്ക് വേണ്ടി നീ ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് നിന്റെ ബാങ്ക് ബാലൻസ് ആയിട്ടിടുമ്പോൾ ഇന്ന് രാത്രി എങ്ങാനും എന്റെ ബഹുമാനമുള്ള മുസ്ലിമേ നമുക്ക് പറയാൻ പറ്റോ ഈ വാള് പറഞ്ഞു തീർക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റോ? ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് നമ്മുടെ ഭാര്യയുമായി സന്തോഷത്തോടെ കഴിയാൻ, നമ്മുടെ മക്കൾക്ക് ചുടുചുംബനം കൊടുക്കാൻ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, നമ്മുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ ഇന്ന് രാത്രി നിനക്ക് വീട്ടിലേക്ക് എത്തുവാൻ കഴിയുമോ എന്ന് പറയാൻ പറ്റോ മുസ്ലിമേ? ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്ത് ഒരേ ഒരു സാധനമുണ്ടെങ്കിൽ അത് മനുഷ്യനല്ലേ. വേറെ എന്ത് സാധനം നാം കടയിൽ ചെന്ന് വാങ്ങിയാലും അതിന്
ഉറപ്പോടുകൂടിയുള്ള ഗ്യാരണ്ടി തരില്ലേ? നമുക്ക് പറയാൻ പറ്റോ? എന്റെ ബഹുമാനമുള്ള സഹോദരിമാരെ, എന്റെ ബഹുമാനമുള്ള ഉമ്മമാരെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് ആഹാരം പാകം ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ പിഞ്ചോമക്കളുടെ വായിലേക്ക് നിങ്ങൾക്ക് ആഹാരം വാരി വെച്ചു കൊടുത്തിട്ട് അവന് ചുടുചുംബനം കൊടുത്തിട്ട് അവനെ ഒന്ന് ഉറക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റോ സഹോദരിമാരെ?